ഒറ്റയ്ക്കു നാഥൻ വിടുകയില്ല. കൈപ്പേറുന്നായി യാത്രയായി. സുഭാഷിതം. തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അഭിമാനം കൊള്ളുന്നവരാണ് മിക്ക മനുഷ്യരും. ചിലരെങ്കിലും അത് പ്രകടിപ്പിക്കുവാനും താല്പര്യപ്പെടുന്നു. തന്നിൽ തന്നെ അമിതമായ അഭിമാനം പ്രകടിപ്പിക്കുന്ന പ്രസ്താവനയാണല്ലോ പ്രശംസ എന്ന് പറയുന്നത്. തങ്ങളുടെ അറിവ്, ഗ്രാഹ്യം, നേട്ടങ്ങൾ, സാമ്പത്തികം, കുടുംബം ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളിൽ ഇവ എത്തിപ്പെടും. തൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രശംസിക്കുവാനുണ്ടായിരുന്ന പൗലോസ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ പറയുന്നത്, പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും എന്നാണ്. ഇഫ് ഐ ബോസ്റ്റ്, ഐ വിൽ ബോസ്റ്റ് ഇൻ ദ തിങ്സ് വിച്ച് കൺസേൺ മൈ ഇൻഫിമിറ്റി. ഒരിക്കലും നമ്മുടെ ബലഹീനതകൾ മറ്റുള്ളവരറിയുവാൻ താല്പര്യപ്പെടാത്തവരാണ് മനുഷ്യർ. തൻ്റെ ബലഹീനതയുടെ ഒരു പരാമർശം ഈ അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഒരുവൻ തിന്നുകളഞ്ഞാലും, ഒരുവൻ പിടിച്ചുകൊണ്ടു പോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു. കൊരിന്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങളാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലർ അടിമപ്പെടുത്തുവാൻ വരുന്നു, ചിലർ തിന്നുകളയുമെന്നുള്ള രൂപേണ സംസാരിക്കുന്നു. പലരും അഹങ്കാരത്തോടെ തന്നോട് പെരുമാറുന്നു. അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ഇങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. എങ്കിലും പൗലോസ് പറയുന്നത്, അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നമുക്ക് ക്രിസ്തുവിൽ പ്രശംസിക്കുവാൻ കഴിയുന്നുണ്ടോ? ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുമെന്ന് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെയും കൃപയെയും പ്രകടിപ്പിക്കാനുള്ള അവസരമായിരുന്നു അതൊക്കെ. സുവിശേഷത്തിനു വേണ്ടി താൻ സഹിച്ച കാര്യങ്ങളൊക്കെയും അതിൻ്റെ പ്രചാരണത്തെയും അപ്പോസ്തലൻ ഇവിടെ തൻ്റെ ബലഹീനതകളെന്ന് വിളിക്കുന്നു. പൗലോസിൻ്റെ പ്രശംസ മുഴുവനും കർത്താവിലായിരുന്നു. തന്നിൽ കൂടെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ചോ, താൻ സംസാരിച്ച വിവിധ ഭാഷകളെക്കുറിച്ചോ, അത്ഭുതങ്ങളെക്കുറിച്ചോ, അടയാളങ്ങളെക്കുറിച്ചോ അദ്ദേഹം പ്രശംസിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി തന്നെ കൊട്ടയിൽ ഇറക്കി വിട്ടത്, 3 സ്വർഗത്തോളം താൻ എടുക്കപ്പെട്ടത്, തൽഫലമായി തന്നെ എളിമയുള്ളവനായി നിലനിർത്താൻ ജഡത്തിൽ തറച്ച മുള്ള്, ഇവയെല്ലാം തൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. ബലഹീനതയിലുള്ള പ്രശംസ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നാം ബലഹീനരായി മുന്നോട്ടു പോകുവാൻ കഴിവില്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപയും ശക്തിയും. യേശു കർത്താവ് പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതെ, കർത്താവിൻ്റെ കൃപയും ശക്തിയുമില്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ നമ്മുടെ ബലഹീനതയിൽ പ്രശംസിക്കുക എന്നതാണ്. നാം ബലഹീനമായിരിക്കുമ്പോൾ കർത്താവ് നമ്മിൽ ശക്തനാകുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലതിലും ബലഹീനരാണെന്ന് ചിന്തിക്കുന്നുവോ? ദൈവത്തിൽ ആശ്രയിക്കുക, അവിടുന്ന് ശക്തനാണ്. പൗലോസിനെ പോലെ നമുക്കും പറയാം, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുതേ എന്ന്. God bless you all with these words.